ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, വോട്ടർമാരെ, ഒരു ആവശ്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ബലിയാടുകളായ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഓരോ വോട്ടറും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാ എന്നുള്ളതിന്റെ വിശദീകരണം നൽകേണ്ടത് നിങ്ങളുടെ MLA ആയിരുന്ന PV അൻവർ സാഹിബ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം, കേവലം 8-9 മാസം കഴിഞ്ഞാൽ ഇതേപോലെ ഇനിയും നമ്മളെല്ലാവരും പോയിട്ട് വീണ്ടും ക്യൂ നിന്ന് പുതിയ നിലമ്പൂർ MLA തെരഞ്ഞെടുക്കേണ്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ PV അൻവർ സാഹിബ് തന്നെ വിശദീകരിക്കേണ്ട സംഗതിയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് നമ്മളെല്ലാവരും ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നെ PV അൻവർ ഞങ്ങളെ ചതിച്ചു എന്നതാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ PV അൻവർ വേറെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനോ അദ്ദേഹത്തിന്റെ നോമിനേഷൻ കൊടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചത് എന്നെ പിന്നെ ചതിച്ചത് VD സതീശനാണല്ലോ. പറഞ്ഞു വരുന്നത് ഇവന്മാർ തമ്മിലുള്ള ഈ ചതിയുടെ കഥകള്, അതിന്റെ പ്രതികാരമൊക്കെ തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. ഇവര് സാധാരണ പോയി കഴിഞ്ഞ 5-6 മാസം മുമ്പ് വരെ ഇവരൊക്കെ തന്നെ നമ്മുടെ കേരള അസംബ്ലിയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയൻ ഉണ്ടായിരുന്നു, PV അൻവർ ഇപ്പുറത്തുണ്ടായിരുന്നു, VD സതീശൻ അപ്പുറത്തുണ്ട്. ഇവര് തമ്മിൽ സംസാരിക്കുക, തമ്മിൽ തല്ലി തീർക്കൊക്കെ ചെയ്യേണ്ട, ചതിച്ചവരങ്ങനെയുള്ള സാധാരണ ചെയ്യാറുള്ളത്, വഞ്ചകന്മാരെ. അതൊക്കെ തല്ലി തീർക്കേണ്ട ഒരു വിഷയം വെറുതെ ഈ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്തിനാണെന്നുള്ള ചോദ്യം. ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും PV അൻവർ ആണെങ്കിലും രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ ചതിയുടെ കഥകളല്ലല്ലോ ഒരു രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത്. STPA അതേ ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഓരോ പൊതുയോഗങ്ങളിലും ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയൂ എന്നുള്ളതാണ്. നിങ്ങൾ ഈ രാജ്യത്തെ ഈ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയം നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ മണ്ഡലത്തില്, നിലമ്പൂർ മണ്ഡലത്തില് MLA എന്ന് പറയുന്ന ഒരാളില്ലാത്ത ആയിട്ട് 5 മാസം ആയിരിക്കും. 5 മാസമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു MLA ഇല്ല. അത് നമുക്കൊക്കെ അറിയാലോ. അദ്ദേഹം രാജിവെച്ചിട്ട് ഏതാണ്ട് 5 മാസമായി. നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഈ നിലമ്പൂരിലെ നിലമ്പൂർ അങ്ങോട്ട് ഒലിച്ചുപോയോ? ഇവിടെ ഒരു MLA ഇല്ലാത്തത് കൊണ്ട് ഈ നിലമ്പൂർ മണ്ഡലം അങ്ങോട്ട് ഒലിച്ചുപോയോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഒരു MLA ഇല്ല എന്നുള്ള കാരണത്താൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എന്തെങ്കിലും നേട്ടമുണ്ടായോ? എന്തെങ്കിലും കോട്ടമുണ്ടായോ? ഇവിടെ MLA ഉണ്ടായിരുന്ന സമയത്തും കാട്ടാന വന്നിരുന്നു, കടുവ വന്നിരുന്നു. MLA ഇല്ലാത്ത ഈ മാസങ്ങളിലും ഇവിടെ കാട്ടാന വന്നു, കടുവക്ക് പകരം പുലിയാണെന്നുള്ളൂ. പുലി വന്നു, പന്നി വരുന്നു, കാർഷിക വിളകളെ നശിപ്പിക്കുന്നു, ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു. അത് MLA ഉള്ള കാലത്തും നടന്നു, MLA ഇല്ലാത്ത കാലത്തും അത് നടന്നിട്ടുണ്ട്. MLA ഇല്ലാഞ്ഞിട്ട് ഇവിടെ റബ്ബറിന് വില കൂടിയോ? റബ്ബറിന്റെ തറവില കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ? നിങ്ങളെ ബാധിക്കുന്ന, ഈ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ ഒരു MLA ഇല്ലാത്തത് കൊണ്ട് പരിഹരിച്ചിട്ടില്ല, പിന്നെ ഉണ്ടായിട്ടില്ല, രണ്ടുണ്ടായിട്ടില്ല. ഇവരുടെ ഒരു MLA കുറവുണ്ടായിട്ട് നമ്മുടെ രാജ്യത്ത്, ഈ നാട്ടിൽ നിങ്ങൾക്ക് നിലമ്പൂർക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങളെ പ്രശ്നം അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
എടക്കര റോഡ് ബ്ലോക്ക്, നിലമ്പൂർ ചന്തക്കുന്നിലെ റോഡ് ബ്ലോക്ക് PV അൻവർ MLA ഉണ്ടായിരുന്ന സമയത്തുണ്ട്, ഇപ്പൊ MLA ഇല്ലാത്ത ഈ സമയത്തും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കെടുക്കാണ്. അപ്പൊ MLA എന്നുള്ളത് വലിയൊരു പ്രധാനമുള്ള സംഗതിയാണെന്ന് ഇത്തരം ആളുകൾ MLA-മാരായാൽ ഇതൊരു വലിയ പ്രധാന സംഗതിയാണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ 5 മാസം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ തുറന്നു പറയാണ്, ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ വേറെ ആരും വിഷമിക്കരുത്. ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏതാണ്ട് 10ഓളം സ്ഥാനാർത്ഥികൾ ഈ അസംബ്ലി മണ്ഡലത്തിൽ നിങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയാണ്, നമ്മുടെ ആ സ്ഥാനാർത്ഥികളിൽ PV അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ MLA മാത്രം നിങ്ങൾ വളപ്പിലേക്ക് കയറ്റരുത്. പറയുമ്പോൾ ആരും വിഷമിക്കരുത്. കാരണം ബാക്കി ഏത് സ്ഥാനാർത്ഥിക്കൂടെ വോട്ട് ചോദിച്ച് അവർക്ക് വരാവുന്ന ഒരു സംഗതിയാണ്. PV അൻവർ MLA ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ച് വരിക എന്നുള്ളത് ആഭാസമാണ്. നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യനെ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഈ രാജി ഒരു ചിത്താന്തമല്ല, ഞങ്ങൾക്ക് ഇതിന് പറയല് ചിത്താന്തം കളിക്കാന്ന. അതല്ല ഇതിന് സംഭവിച്ചിട്ടുള്ളത്. എന്തോ ഒരു ചിത്താന്തത്തിന് അദ്ദേഹം ഈ രാജിവെക്കുന്നത് ഞങ്ങൾ പറയാണ്. ഒരു 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഈ മഴക്കാലത്ത് മനുഷ്യന്മാർ മുഴുവൻ ഈ വറുതിയിലായിരുന്ന സമയത്ത് ആകെ വറുതിയാണ്. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നല്ല എല്ലാ ഭാഗത്തും മഴക്കാലമായിട്ട് ജനങ്ങൾ വറുതിയിലാണ്. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് ഇത്രയും കാലം ശ്രമിച്ച PV എന്നെ മുഖ്യമന്ത്രി ചതിച്ചു, പിണറായി ചതിച്ചു, VD സതീശൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷമായിട്ട് സംസാരിക്കുന്ന PV അൻവർ സാഹിബിന് ഒരു 2 മാസം കൂടി ക്ഷമിച്ചിട്ട് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഞാൻ പാപ്പറായി എന്നാ പറയുന്നത്, PV അൻവർ പാപ്പറായി എന്ന് പറഞ്ഞ ആയിക്കോട്ടെ, അതിന് ഈ ഇലക്ഷൻ കമ്മീഷനെ പാപ്പറാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ചെലവുകളൊക്കെ തന്നെ നാളെ നമ്മൾ ഇതിന് വഹിക്കണ്ടേ? ഒരാളെ അഭിമാന പ്രശ്നം അല്ലെങ്കിൽ വേറെ പ്രതികാരങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് അവർക്കൊരു പാർട്ടിയും ഒക്കെ ആയിട്ട് അവർ തമ്മിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാശി കൊണ്ട് ആ വാശി ഉണ്ടെങ്കിൽ പോലെ അതൊരു 2 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ 6 മാസം ഇവിടെ ഒഴിഞ്ഞു കിടന്നാലും പിന്നെ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇങ്ങനെ രാജ്യത്തെ ഗവൺമെന്റിനും ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും ഈ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഇലക്ഷന്റെ ചെലവുകളായിട്ട് ഗവൺമെന്റിന് ഇലക്ഷൻ കമ്മീഷനും വരാൻ പോകുന്നത്. അൻവർ മാത്രമല്ല പാപ്പരാവുക, ഇലക്ഷൻ കമ്മീഷനും ആ പാപ്പരാവുന്നതോടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളും പാപ്പരാവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അൻവർ സാഹിബിനെ മാത്രം വോട്ട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം മാത്രമാണ് അത് അദ്ദേഹത്തെ മാത്രം ഗേറ്റിന്റെ പുറത്തെത്തി. ഇനി നിങ്ങൾ ചോദിക്കാൻ പറ്റും. ഞങ്ങൾ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം കേട്ടോ. ഞങ്ങൾ PV അൻവർ സാഹിബിനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വന്നോട്ടെ, നമുക്ക് വിയോജിപ്പൊന്നും അതിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും വോട്ട് ചോദിച്ചു വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, വിയോജിപ്പില്ല. ഞങ്ങൾ STP എന്നുള്ളവർക്ക് പറയാം, ഞങ്ങൾക്ക് അതിൽ യോജിപ്പുമില്ല, വേറെ അർത്ഥത്തിൽ വിയോജിപ്പുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ഒന്ന് സഞ്ചരിച്ചതാണ്. ഇന്ത്യയിലെ ഏതാണ്ട് പ്രാദേശിക ഭാഷകളൊക്കെ തന്നെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അന്നൊന്നും അദ്ദേഹത്തെ കുറിച്ചൊന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തമിഴ് പഠിക്കണം എന്ന് തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ മൊബൈൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ കിട്ടിയ തമിഴിലാണ്, ഔട്ട് ഓഫ് റേഞ്ച് ഒക്കെ പറഞ്ഞിട്ട് തമിഴിലാണ്. അപ്പൊ മനസ്സിലാക്കുക അദ്ദേഹം ഇപ്പോ DMK-യിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ നിലപാട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം പിന്നത്തെ സംസാരം പിന്നെ ബംഗാളിയായി. അദ്ദേഹത്തിന് ബംഗാളി ഭാഷ പഠിക്കണം എന്ന് ആലോചിച്ചു. അപ്പൊ അദ്ദേഹം പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആയി. ഞങ്ങൾ അപ്പോഴും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പറയുന്നത് ഞാനിപ്പോ സ്വതന്ത്രനായി തുടങ്ങി. ഇപ്പൊ വീണ്ടും അദ്ദേഹം പറയുന്നു സ്വതന്ത്രനാണെന്ന്. ഇനി ഈ രാജ്യത്ത് ഒരുപാട് ഭാഷകളുണ്ട്, അദ്ദേഹം പഠിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും വിയോജിച്ചു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒരു പ്രഹസനമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും PV അൻവർ സാഹിബിന് ഒഴിയാൻ സാധിക്കൂല എന്നാ പറയുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്, എങ്ങോട്ട് വരുന്നു? ഞങ്ങൾ ചോദിക്കട്ടെ, ഒരാൾക്ക് ഈ രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് പവർ കിട്ടണമെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധി ആവണ്ടേ?
PV അൻവർ എന്ന് പറയുന്ന ആൾ ഒരു ML ആകുമ്പോഴല്ല അദ്ദേഹത്തിന് ആ MLA സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇനി വീണ്ടും 7 മാസത്തേക്ക് എന്നെ MLA ആക്കണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള രാജ്യത്തോടും ഈ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനോടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിലമ്പൂരിലെ വോട്ടർമാരോട് വന്നിട്ട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം LDF മുന്നണിയിൽ നിന്ന് വിടാനും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒരു ഘട്ടത്തിൽ വരെ നിങ്ങൾ മനസ്സിലാക്കുക. PV അൻവർ കേരളത്തിലെ 2 സംഗതിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. PV അൻവർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ആരോപണം ഉന്നയിച്ച 2 ആരോപണങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSS വൽക്കരിച്ചിരിക്കുന്നു എന്ന് PV അൻവർ പറഞ്ഞു. ഞങ്ങളും അതിനോട് യോജിക്കുന്നു. ഞങ്ങളത് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് 2ാം ഗവൺമെന്റ് വന്നപ്പോൾ ടോട്ടൽ ഇപ്പോൾ 9 വർഷമായി. അദ്ദേഹത്തെ ആദ്യത്തെ സർക്കാർ വന്ന് 1ാമത്തെ വർഷം തന്നെ SDPI കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ക്യാമ്പയിൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് RSS വിമുക്തമാക്കുക, LDF ഭരണം മതേതരമാകുക എന്ന് പറഞ്ഞുകൊണ്ട് 8 വർഷം മുമ്പ് ഞങ്ങൾ ഈ രാജ്യത്തെ ക്യാമ്പയിൻ നടത്തിയ പാർട്ടിയാണ്. PV അൻവർ സാഹിബിന് അതിന്റെ ഒരു ബോധം വരാൻ അദ്ദേഹത്തിന് 8 വർഷം എടുത്തു. പക്ഷെ എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തോട് യോജിക്കുന്നു. പിന്നെ അദ്ദേഹം ഉന്നയിച്ച 2ാമത്തെ സംഗതി കേരളത്തിലെ നെക്സസ്, അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറഞ്ഞത്. കേരളത്തില് ഒരു നെക്സസ് ഉണ്ട്. അതായത് കേരളത്തിലെ ഭരണപക്ഷം പ്രതിപക്ഷം LDF UDF BJP എന്ന് പറയുന്നത് ഒന്നുമില്ല. കേരളത്തിൽ ഈ പാർട്ടികളിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വലിയ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾ സത്യത്തിൽ അതിനോട് യോജിക്കുന്ന ആളുകളായിരുന്നു. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. ശരിയാണ്. ഈ 2 സംഗതി പറഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കും, ഞാനിതാ ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ PV അൻവർ അവസാനം ചെന്ന് പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം അദ്ദേഹം തന്നെ പറയുന്നു. എനിക്ക് UDFിലെ ഒരു അസോസിയേറ്റ് മെമ്പർ തന്നില്ല. ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് അതിന്റെ സ്റ്റെപ്പിൽ നിൽക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എത്താലോ. എനിക്ക് ഉറപ്പ് തരാത്തത് കൊണ്ട് എനിക്ക് ഘടകകക്ഷി സ്ഥാനം തരാത്തതുകൊണ്ട് അസോസിയേറ്റ് മെമ്പറെങ്കിലും എനിക്ക് തരാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉന്നയിച്ച ഈ പ്രശ്നങ്ങളൊന്നും പിന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പറ്റുമോ? അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നത്തിന്റെ ഗൗരവം അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കാനുള്ള കാരണവും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് ഒരു മനസ്സാക്ഷിയുള്ള വോട്ടർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെയും ലീഗിന്റെയൊക്കെ തന്നെ നേതാക്കന്മാർ CPM-ന്റെ നേതാക്കന്മാരുമായിട്ടുള്ള നെക്സസ് ഉണ്ട് എന്ന് പറയുന്ന 2 മുന്നണിയും കണക്കാണെന്ന് പറഞ്ഞ PV അൻവർ ഇപ്പൊ UDFിൽ പ്രവേശനം കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതൊക്കെ പിന്നത്തെ കാര്യം ഇപ്പൊ സതീശനെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ PV അൻവർ നമ്മളോട് വോട്ട് ചോദിച്ച് വരുന്നത്. ഇവിടെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ഞങ്ങൾക്ക് അത് പ്രകടിപ്പിക്കുക തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് ഈ നിലമ്പൂരിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ യാതൊരു അവകാശമില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ വികസനത്തിനെ കുറിച്ച് ഇവരിപ്പോ ഒരു 7 മാസമുള്ളൂ കേട്ടോ. 7-8 മാസമാണ് ഇനിയിപ്പോ നമ്മൾ പുതിയ ഈ 19-ാം തീയതി നമ്മൾ പോയി വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന നിലമ്പൂരിലെ MLA-യുടെ കാലാവധി എന്ന് പറയുന്നത് 7-8 മാസമാണ്. അത് കഴിഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പ് വരെയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഈ 8 മാസം വരുന്ന ആരുടെ ചൗക്കത്ത് അതാണ് സംസാരിക്കുന്നത്. M സ്വരാജ് സംസാരിക്കുന്നത് അതാണ്. NDA-യുടെ സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് എന്താണ്? എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഇവിടെ വികസനം കൊണ്ടുവരുന്ന വീണ്ടും നമ്മെ പറ്റിക്കുന്നു അല്ലേ? ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വാപ്പ പിതാവ് അദ്ദേഹം 30 കൊല്ലക്കാലം UDFിൽ നിന്നിട്ട് ഈ രാജ്യത്ത് നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന് 30 കൊല്ലം കിട്ടിയിട്ടും ഈ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് കഴിഞ്ഞിട്ട് PV ഷൗക്കത്ത് അലിയുടെ മകൻ PV അൻവറിന് LDF ഭരണം 9 വർഷം കിട്ടിയിട്ട് അതിൽ MLA ആയിട്ടും അദ്ദേഹത്തിന് ഈ നിലമ്പൂരിന്റെ വികസനം പിന്നെ പ്രശ്നം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ തീർക്കണ്ട.
അവര് പിന്നെ വികസന പ്രശ്നം പിന്നെ ഞങ്ങൾ തീർക്കുമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ല. അതുകൊണ്ട് വികസനത്തെ കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടതില്ല. SDPI പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയൂ, വികസനം തൽക്കാലം അവിടെ നിൽക്കട്ടെ. കാരണം ഇത് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപാട് കണ്ടതാ. നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും മാറി മാറി രണ്ട് മുന്നണികളെയും ജയിപ്പിച്ച വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ. ഇനി അവരൊന്നും നടത്താത്ത ഈ 10-40 വർഷമായിട്ട് നടത്താത്ത ഒരു വികസനം ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മക്കളും നടത്തേണ്ടതില്ല. അതുകൊണ്ട് SDPI പറയുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യൂ. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇത് വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പൊതു തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് നിലമ്പൂരെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ മാസം 19-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഗൗരവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിലമ്പൂർ വികസനം എന്നുള്ളത് ഇപ്പൊ തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കൂ. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ 19-ാം തീയതി നടത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. വരാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ 8-9 മാസം കഴിഞ്ഞാൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ, കേരളം എന്തെല്ലാം തിരിച്ചറിവ്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വോട്ടർമാർ എന്തെല്ലാം തിരിച്ചറിവ് നേടി എന്നതിന്റെ ഒരു നിലമ്പൂർ ഡോസാണ് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ വോട്ടർമാർ കൊടുക്കേണ്ടത് എന്നാണ് ഞങ്ങളും പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ പറയുമ്പോൾ ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയാതെ പിണറായി വിജയൻ പറയേണ്ടത് അദ്ദേഹം ഈ 9 വർഷം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് ചെയ്തു, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പിണറായി വിജയൻ ഇതായി 3 ദിവസം നിലമ്പൂരിലുണ്ടല്ലോ, 3-4 ദിവസം അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കട്ടെ. തയ്യാറുണ്ടോ? ഞങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വിശദീകരിക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഓരോ വിഷയങ്ങളും ജനങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഓരോ പ്രശ്നത്തിലും ഈ രാജ്യത്തെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന UDF സംവിധാനം ഈ രാജ്യത്തെ പ്രതിപക്ഷമാണല്ലോ. പ്രതിപക്ഷം എന്ന നിലയിൽ VD സതീശൻ വന്നിട്ട് ഇവിടെ പറയട്ടെ, ഞങ്ങൾ ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന സമരം ചെയ്ത് ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന ശ്രമങ്ങൾ നടത്തി, ആ വിഷയത്തെ ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നു, ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് പറയാൻ, വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കണം, UDFന് സാധിക്കണം. ഈ രണ്ടു കൂട്ടരും ഈ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. രണ്ടു കൂട്ടരും പറയുന്നത് വേറെ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത്. SDPI പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് സംസാരിച്ചേ പറ്റുകയുള്ളൂ. ഞങ്ങൾ PV അൻവർ ഉന്നയിച്ച വിഷയത്തെ ഇപ്പോഴും തള്ളിക്കളയുന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSS വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ളത്? നിലമ്പൂരിൽ ഏതാണ്ട് മുസ്ലിങ്ങളും കൂടി കൂടിയിട്ടുള്ള ഒരു മണ്ഡലമാണല്ലോ ഇത്. ഞങ്ങളെ ജാതി മതത്തിന്റെ കണക്കല്ല പറയുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ ഈ രാജ്യത്തെ മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തോട് പറയേണ്ട ചില കണക്കുണ്ട്. ആ കണക്ക് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ചെയ്യുമ്പോൾ വോട്ടർമാർ സ്വാഭാവികമായിട്ടും ചോദിക്കും. മുഖ്യമന്ത്രി മുന്നിൽ വന്നിട്ട് അതിന് മറുപടി പറയണം. ഈ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തില് സംഘി വർഗീയതയുടെ, ഹിന്ദുത്വ വർഗീയതയുടെ നേതാക്കന്മാർ ഇവിടെ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസ്താവനകൾക്ക്, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിങ്ങൾ അവരെ ഏതെങ്കിലും സമയത്തൊന്ന് കോടതിയിൽ കൊണ്ടുവന്നിട്ട് അവരെ ജയിലിലടക്കാൻ കോടതിക്ക് മുമ്പിൽ, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ, ഈ കേരളത്തിലെ ഏതെങ്കിലും ജുഡീഷ്യറി സംവിധാനത്തിന് മുമ്പിൽ നിങ്ങൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിലമ്പൂരിലെ വോട്ടർമാർ പിണറായി വിജയനോടും LDFനോടും ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അതിന് ഉത്തരം സഖാക്കൾ പറഞ്ഞ ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ടെന്ന്. കേസ് ഏതൊരാൾക്ക് വേണ്ടി നിങ്ങൾ അറബിക്കടലിൽ തീ പിടിച്ചെന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റും. അതൊരു FIR അല്ല. ഞങ്ങൾ ചോദ്യം, നിങ്ങൾ ഇവരെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടോ എന്നാ ചോദ്യം. ഇതെന്താണെന്നറിയാം, ഇത് പ്രസംഗിച്ചവർക്കും പ്രസംഗം കേട്ടവർക്കൊക്കെ തന്നെ, വിദ്വേഷ പ്രസംഗം കേട്ടവർക്കൊക്കെ തന്നെ അത് പ്രശ്നമല്ല. പക്ഷെ ആരെ കുറിച്ചാണോ പഠിച്ചത് ആ സമുദായം അത് മറക്കാൻ കഴിയൂല. ഞങ്ങൾ ഓരോന്ന് ചോദിക്കാം. PC ജോർജ്
ഒരു ദിവസമെങ്കിലും ജയിലിലടക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിലേക്ക് PC ജോർജ് എന്ന് പറയുന്ന വിദേശ പ്രസംഗകനെ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് 26% വരുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ഈ 9 വർഷത്തിനുള്ളിൽ എത്രയുണ്ട് ലിസ്റ്റ്? ഈ 9 വർഷത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോ ഉദാഹരണങ്ങൾ പറയാം. മുസ്ലിങ്ങൾ വിൽക്കുന്ന കടകളിലുള്ള ശീതള പാനീയങ്ങളിൽ, ചായയിൽ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മറ്റുള്ള സമുദായങ്ങളെ വന്ധ്യംകരിക്കാനുള്ള മരുന്നിടുന്നുണ്ട് എന്ന് കേരളത്തിലെ സംസാരിക്കുന്നത്, UP-യിലല്ല PC ജോർജ് സംസാരിച്ചത്. BJP-യുടെ അന്നത്തെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ, നിങ്ങൾ ചിന്തിക്കണം, അദ്ദേഹം പല ഭാഗത്ത് പോയിട്ട് അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാവാണ്. K. സുരേന്ദ്രൻ ആകെ പ്രസംഗിച്ചത് ഇവിടെ ഈ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിലും മുസ്ലിങ്ങളുടെ കൂൾബാറുകളിലും ഒക്കെ തന്നെ തുപ്പൽ ജിഹാദ് നടക്കുന്നു, തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറയുന്ന ഏറ്റവും അവഹേളനപരമായ പരാമർശവും പ്രസംഗവും നടത്തിയിട്ട് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വിദേശ പ്രസംഗകനെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് മുമ്പിൽ നിങ്ങൾ ഹാജരാക്കാത്ത, നിങ്ങൾ മുമ്പ് കൂടിയല്ലേ സുരേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്ത് കോവിഡ് പരത്തിയത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്ന് കേരളത്തിലെ ഒരു നേതാവ് പ്രസംഗിക്കുകയാണ്. ആരാണ്? N. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന RSSന്റെ നേതാവ് പ്രസംഗിച്ചതാണ്. ഈ രാജ്യത്ത് കോവിഡ് പരത്തിയത് മുസ്ലിം സമുദായമാണെന്ന് പ്രസംഗിച്ചു. എന്തെങ്കിലും നടപടിയെടുത്തോ? KR ഇന്ദിര എന്ന് പറയുന്ന വേറൊരു സംഘിണി, അവര് പറഞ്ഞത് ഇവിടെ പന്നി പെറും പോലെ, നിങ്ങൾക്കിത് രാത്രി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിരിക്കും, പക്ഷേ ഇതിന് മറുപടി പറയാതെ ഒരു വോട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. KR ഇന്ദിര സംസാരിച്ചത് പന്നി പെറുന്ന പോലെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായം പെറ്റുകൂട്ടുന്നത്. അതുകൊണ്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്കുള്ള പൊതു ടാപ്പിലെ വെള്ളത്തില് വന്ധ്യംകരിക്കാനുള്ള മരുന്നടിച്ചു കൊടുക്കണം എന്ന് കേരളത്തിലാണ് KR ഇന്ദിര സംസാരിച്ച്. എന്തെങ്കിലും നടപടിയെടുത്തോ? ഒരു ദിവസം ഒരു ജഡ്ജിക്ക് മുമ്പിൽ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ മതേതര ശക്തിയാണെന്നൊക്കെ പറയുന്ന ആളോടാണ് ചോദിക്കുന്നത്. അതേപോലെ എത്ര പേര്, പ്രതീഷ് വിശ്വനാഥ് വേറെ വിജയദശമി ദിനത്തിലെ ഫേസ്ബുക്കിലെ തോക്കും മറ്റുള്ള ആയുധങ്ങൾ ഇട്ടിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു താക്കീതാണ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പ്രകോപനപരമായ സംസാരങ്ങൾ നടത്തിയിട്ട് ഇതുവരെ പ്രതീഷ് വിശ്വനാഥിനെ ഈ സമയം വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പിണറായിയുടെ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും മറുപടി പറയാതെ ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ 100,000 കാര്യങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റ് എടുത്താൽ, നിങ്ങളുടെ നികുതി ഭാരം കൂടെ ലിസ്റ്റ് എടുത്താൽ, പുതിയ നികുതിയുടെ ഭാരം കൂടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾ ഏതിനാ ചാർജ് കൂട്ടാത്തത്? അപ്പോ ജനങ്ങളെ, ദരിദ്രരായ ആളുകൾ അങ്ങനെ തന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നു. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം സമുദായത്തെ ഇത്രമാത്രം അപമാനിതരാക്കിയിട്ടും അത്തരം ദുശക്തികൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് നിങ്ങൾ പറയണം. ഇതിനൊരു മറുപടി നിലമ്പൂരിലെ വോട്ടർമാർക്ക് കിട്ടുക തന്നെ വേണം. ഇത് സംസാരിക്കുമ്പോൾ ഇപ്പൊ പറയുന്നത് എന്താ, ഇതൊന്നും വർത്താനല്ലോ. LDF-നോട് ഞങ്ങളൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ LDF-ന്റെ സൈബർ പോരാളികൾ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഗതി എന്താണെന്നറിയോ? ആര്യാടൻ ഷൗക്കത്ത് അലി അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും ഇത്തരം വിദേശ പ്രസ്ഥാനങ്ങൾ നടത്തി ഇത്തരം ആളുകളെ തന്നെ അഴിഞ്ഞാടാൻ RSSന് കേരളത്തിൽ അഴിഞ്ഞാടാൻ വിട്ടിട്ടും അതൊക്കെ വേറെ പ്രശ്നമാണ്. എന്നാലും ആര്യാടൻ ഷൗക്കത്ത് ഇസ്ലാമിനെതിരാ. നമ്മുടെ സൈബർ സഖാക്കള് ഇപ്പൊ ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നത് പഴയ ആര്യാടൻ മുഹമ്മദിന്റെ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പഴയ 1967 മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള സമരങ്ങള്, അതിന്റെ പ്രസംഗങ്ങള് ഒക്കെയാണ് സൈബർ സഖാക്കൾ ഇപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷമാണ് കേട്ടോ. ഷൗക്കത്ത് അലിയുടെ വിലാപ കാവ്യം, പിന്നെ 2 സിനിമ എടുത്തില്ല. ഞങ്ങൾക്ക് ഷൗക്കത്തിനോട് യാതൊരു യോജിപ്പില്ല കേട്ടോ. കാരണം ഈ ഇന്ത്യ രാജ്യത്തെ 3000-ലധികം ആളുകളെ ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപം ഇതുവരെ ആര്യാടൻ ഷൗക്കത്ത് കണ്ടിട്ടില്ല. ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഹിന്ദുത്വ വർഗീയ കലാപങ്ങൾ ഒന്നുപോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവിന്, സിനിമാ സംവിധായകന് ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മനോഗതത്തെ അത് ബാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം.
അദ്ദേഹത്തെ എപ്പോഴും ബാധിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ ഇതാ 16 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വലിയ വേദനിപ്പിച്ചത്. അതേസമയം ഈ മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള RSSന്റെ കുപ്രചരണങ്ങൾക്കെതിരെ ഈ ആര്യാടൻ ഷൗക്കത്ത് ഒരു സിനിമ പോലും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഒരു സിനിമ പോലും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ആര്യാടൻ മുഹമ്മദ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് 1967 നിങ്ങൾ ചിന്തിക്കണം. മലപ്പുറം ജില്ലക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 2024 സഖാവ് പിണറായി വിജയൻ 2024 6 മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ കള്ളക്കടത്ത് പിടിക്കാതെ എയർപോർട്ട് ഏതാ ഉള്ളത്? അതാണ് എയർപോർട്ടിൽ നിന്ന് എത്ര കോടിയുടെ കള്ളക്കടത്ത് പിടിക്കുന്നുണ്ട്, മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്, കള്ളക്കടത്ത് പിടിക്കുന്നുണ്ട്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് പിടിക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുന്നുണ്ട്, മുംബൈ എല്ലാ എയർപോർട്ടിലും സ്വർണം പിടിക്കുന്നുണ്ട്. കോഴിക്കോട് മാത്രമല്ല. പക്ഷെ കോഴിക്കോട് പിടിക്കുന്ന 50 കിലോ അതിന്റെ കണക്കൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പറയാണ്, മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണം മുഴുവൻ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ നേലിൽ നിർത്തിയതാണോ കുറ്റം? അതല്ല 1967 ആരുടെ മുകളിൽ സംസാരിച്ചതാ പ്രശ്നം? ഇത് രണ്ടും കണക്കല്ലേ? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇത് പുതിയ എന്തൊക്കെയാണെങ്കിലും എം സ്വരാജ് നല്ലതല്ല ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതായത് ഇതിന് മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഇങ്ങനെയാണ്. LDF ഇടതുപക്ഷ സഖാക്കള് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മുസ്ലിം വോട്ടർമാരെ ഈ അർത്ഥത്തിലുള്ള പൈങ്കിളിപരമായ കാര്യങ്ങളൊക്കെ തന്നെ ലോലപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇളക്കി വിട്ടിട്ട് വോട്ട് വാങ്ങിപ്പോണ്ട ആളുകളാണ്, റാഞ്ചി എടുക്കുന്ന ആളുകളാണ് ഇവര്. പഴയ കാലത്ത് EMS സദ്ദാം ഹുസൈൻ സിന്ദാബാദ് വിളിച്ചിട്ട് ആണ് അന്ന് കേരളത്തിലെ മുസ്ലിം വോട്ട് മുഴുവൻ അദ്ദേഹം പോക്കറ്റ് അടിച്ചു പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നടന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ് ബീഫ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സംഗതി നടത്തിയിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വോട്ട് റാഞ്ചി പോയത്. വേറെ പണിയൊന്നുമില്ല കേട്ടോ. വേറെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് RSS നടത്തുന്ന ഒരു പ്രശ്നങ്ങളിലും അതിനെതിരായിട്ടുള്ള ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും അവരെടുക്കൂല. മുസ്ലിങ്ങൾക്കെതിരായിട്ട് ലവ് ജിഹാദ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ആരോപിക്കുമ്പോൾ VS അച്യുതാനന്ദനാണ് ആദ്യം ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയത്. നിങ്ങൾ ചിന്തിക്കണം. BJP ഏക സിവിൽ കോഡ് ഉപയോഗിക്കുകയാണ്. അത് തുടങ്ങിക്കൊടുത്തത് CPM ആണ്. എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? EMS അല്ലേ തുടങ്ങിക്കൊടുത്തത്? ശരിയത്ത് വിവാദം തുടങ്ങിക്കൊടുത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഏതാണ്ട് ഏക സിവിൽ കോഡ് അടക്കം അതേപോലെ തന്നെ ഈ പറയുന്ന ലവ് ജിഹാദ് അടക്കം തുടങ്ങി കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ സഖാക്കളാണ് എന്നുള്ളത്, നേതാക്കന്മാരാണെന്നുള്ളത് വ്യക്തമല്ലേ? BJP അത് ഉപയോഗപ്പെടുത്തുന്നത് ഉറപ്പല്ലേ? അവരതിന് നിൽക്കല്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നു. അപ്പോ അതിന് പകരം ബീഫ് ഫെസ്റ്റ് NRC ഇവിടെ നടപ്പാക്കൂല. തലശ്ശേരി അതൊക്കെ എടുക്കാൻ പോകും. തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളി ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു സഖാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പഴയ കാലത്തുള്ള കണക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ എപ്പോഴും ഇപ്പൊ സ്വരാജ് ഫെസ്റ്റ് ആണ് ഇപ്പോ അടുത്ത പരിപാടി. സ്വരാജ് നല്ലവനാണെന്നുള്ളത്. പാകിസ്ഥാൻ പട്ടാളത്തിൽ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ പട്ടാളത്തിൽ നല്ല ആൾക്കാരില്ലേ? അതുണ്ടാവുമല്ലോ, ഏത് രീതിയിൽ നല്ല ആൾക്കാരുണ്ടാവുമല്ലോ. പാകിസ്ഥാൻ പട്ടാളത്തിൽ അങ്ങനെ ആ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളല്ലാതെ വേറെ നാട്ടിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളത്തിൽ ഉണ്ടാകും. തന്റെ സംസ്ഥാനത്തെ അല്ലാത്ത എല്ലാവിധ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെയും നിങ്ങൾ ആലോചിക്കണം. അതിനെ പറ്റി മിണ്ടാതെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടാവും. എന്ന് വെച്ചിട്ട് നമുക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് പറ്റുമോ? അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരെ RSS നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്ക്, അവർ നടത്തിയ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്ത മുന്നണിയെ കുറിച്ച് ഒരു വാക്ക് പോലും എം സ്വരാജ് സംസാരിച്ചിട്ടില്ല. എന്താണോ പിണറായി വിജയന് സംസാരിക്കാനുള്ളത് അത് എം സ്വരാജിനുള്ളൂ. എം സ്വരാജ് നിലമ്പൂരിൽ നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ വേഷ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അതിനെ കുറിച്ച് സ്വരാജ് ഈ നാട്ടുകാരനായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള എല്ലാ ഏറ്റുമുട്ടൽ കൊലകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുമല്ലോ. അതുകൊണ്ടത്തെ കാര്യം. അപ്പൊ പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വരാജ് എന്ന് പറയുന്നത് അത് മാത്രം, സ്വരാജ് മാത്രം നല്ലത് എന്ന് പറഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർത്താനല്ല. ഞങ്ങളത് വ്യക്തമാക്കി പറയാണ്. മീഡിയകളടക്കം ഞങ്ങളുടെ സാന്നിധ്യത്തെ വളരെ അപ്രസക്തമാക്കുന്ന നടപടിയാണ് എടുക്കുന്നത്. പല ചാനലുകളും 4 സ്ഥാനാർത്ഥികളെ കാണിക്കുന്നത്. 4
ചതുർകോണ മത്സരം അല്ല സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്നത് പഞ്ചകോണ മത്സരമാണ്. അങ്ങനെ പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാല് ഞങ്ങളും പ്രമുഖരല്ല, അവരും പ്രമുഖരല്ല. ഇനി അവരങ്ങനെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതൊരു മൈലുമല്ല, വേടന്റെ വാക്കാണ്. കാരണം ഞങ്ങള് ഏതാണ്ട് ഈ രാജ്യത്തെ 10-17 വർഷക്കാലം ഞങ്ങൾ ഈ രാജ്യത്ത് ഫാസിസത്തിനെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടം ആരുടെയും പിന്തുണ കൊണ്ടല്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സംവിധാനം, രാഷ്ട്രീയ സംവിധാനം കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് 22 സ്റ്റേറ്റുകളില് ഞങ്ങള് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഒരാളുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരൊന്നും പ്രമുഖരല്ല. ഞങ്ങൾ തീർത്തു പറയാം, ഞങ്ങള് ഒന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ നിലമ്പൂർ. ഞങ്ങള് ഈ ഇതിനു മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഈ പാർട്ടി മത്സരിച്ചിട്ടില്ല. ഞങ്ങളിതിൽ നിരന്തരമായ ചർച്ചകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ടെസ്റ്റ് ഡോസ്, ഞങ്ങൾ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സ്ക്വാഡ് വർക്കിൽ അത് ഞങ്ങൾ ധാരാളമായി ഞങ്ങളുടെ വോട്ടർമാരുമായിട്ട് ഞങ്ങളത് സംവദിച്ച്, ഞങ്ങളുടെ കേഡർമാർ അത് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ നിലമ്പൂരിലെ ഇപ്രാവശ്യത്തെ വോട്ടർമാരുടെ അഭിപ്രായം അത് ഞങ്ങൾക്ക് ഈ പാർട്ടിക്ക് അനുകൂലമായി വരുമെന്നുള്ളത് യാതൊരു സംശയം. അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ്, ഒരു ഭരണത്തിന്റെയും പങ്കുപറ്റാതെ, ഒരു അധികാരത്തിന്റെയും പിൻബലമില്ലാതെയാണ് ഈ പാർട്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തെ RSSനെതിരായിട്ട് ഞങ്ങളൊരു പ്രതിരോധ നിര ഞങ്ങൾക്ക് ഉയർത്താൻ സാധിച്ചിട്ടുള്ളത്. 22 സ്റ്റേറ്റിൽ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യോഗി ആദിത്യനാഥിന്റെ UP പോലും ഈ പാർട്ടി ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസി ഇപ്പോൾ തിഹാർ ജയിലിലാണ്. ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പല അക്കൗണ്ടുകളും ED ഇടപെട്ടുകൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. അവർ കരുതിയത് ഞങ്ങൾ ഇലക്ഷന് വരുവാന്നാ. ഞങ്ങളിതാ വന്നിരിക്കുന്നു ജനങ്ങൾക്ക് മുമ്പിൽ, ഈ ഇലക്ഷന് ഈ പാർട്ടി ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ കരുതിയത്? ഞങ്ങൾ ഇതിനെ ഫാസിസത്തിനെതിരായിട്ട് ഞങ്ങൾ ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് നോക്കിക്കാണുന്ന സമൂഹം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. ഇത് നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്, അവര് ഞങ്ങൾക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അവരുടെ മനസാക്ഷിയുടെ വോട്ടാട്ട് സാധിക്കും. നടുത്തൊടിക്ക് ബലൂൺ ചിഹ്നത്തിൽ ഇപ്രാവശ്യം നൽകും. അത് ഈ കേരളത്തിൽ വരാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ, ഈ സെമി ഫൈനൽ മത്സരത്തിൽ STPക്ക് പങ്കെടുക്കേണ്ടതിന്റെ യോഗ്യത നിർണയത്തിൽ കൊടുക്കുന്ന, ഈ നിലമ്പൂരിലെ ജനങ്ങൾ കൊടുക്കുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനാത്? ഞങ്ങൾ എന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ? ഞങ്ങളുടെ എന്തെങ്കിലും കുടുംബകാര്യങ്ങളുമായി ബന്ധിട്ടാണോ? ഈ ഇതിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ആരെങ്കിലും ഈ രാജ്യത്ത് ജയിലുണ്ടോ? ഏതെങ്കിലും രാജ്യദ്രോഹപരമായ ഒരു പ്രശ്നത്തിന് ഈ രാജ്യത്ത് ഒറ്റുകൊടുത്ത ചാരപ്രവൃത്തിയുടെ കാരണത്താല് ഈ STPയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഈ രാജ്യത്ത് ഏതെങ്കിലും ജയിലുണ്ടോ? ഉള്ളത് മുഴുവൻ RSSനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതിനെ ചിലക്ക് പ്രഹസനമായിട്ടാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പാണ് ഇതാ മഞ്ചേരിയിൽ ഞങ്ങളെ പ്രവർത്തകരെ രാവിലെ വന്നിട്ട് 5 പേരെ NIA പിടിക്കുക. ഞാൻ അവിടേക്ക് വിളിച്ചു, മഞ്ചേരിക്ക് വിളിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അവരോട് പറഞ്ഞു പിന്നെ അത് വിട്ടുട്ടോ, ഞാൻ അതും കൂടെ എന്റെ കൂട്ടത്തിൽ പറയാം. NIA പിടിച്ചു തന്നാൽ അദ്ദേഹം അവരെ ചോദ്യം ചെയ്ത് ആയിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെ വിട്ടു. ഓക്കെ, അത് വിട്ടു. പക്ഷെ ഞാൻ അവിടുത്തെ ഭാരവാഹികൾക്ക് വിളിച്ചപ്പോഴാണ് തമാശ. ഞാൻ പറഞ്ഞു, അവിടെ വാറണ്ട് ഉണ്ടോ, അവരെ പിടിക്കാൻ എന്തെങ്കിലും വാറണ്ട് ഉണ്ടോ എന്ന് വെറുതെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ആ വാറണ്ട് ഉണ്ട് എന്നാ പറയുന്നത്. വാറണ്ട് വേറെ വാറണ്ടൊക്കെ ഉണ്ട്. അപ്പൊ വാറണ്ട് ലിസ്റ്റ് നോക്കുമ്പോ പിന്നെ ഒന്ന് കുഞ്ഞഹമ്മദ് ഹാജി, വേറൊന്ന് ആലി മുസ്ലിയാർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നിങ്ങൾ നിലമ്പൂർക്കാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ഒന്ന്. വേറൊന്ന് ആലി മുസ്ലിയാർ നെല്ലിക്കൂത്ത്. ഇവരൊക്കെ പിടിക്കാനാ. അപ്പൊ ഡൽഹിയിൽ നിന്ന് അമിത്ഷാ അയക്കുന്നത് ഇവരൊക്കെ പിടിക്കാനാ. പിന്നെ ഒരു തങ്ങളുണ്ട് എന്നോട് വിളിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, എന്തായാലും മഞ്ചേരി ചന്തയിൽ നാരങ്ങളുള്ളിടത്തോളം കാലം പാണക്കാട് തെങ്ങന്മാരാവൂല, അത് ഉറപ്പാ. അപ്പൊ നോക്കുമ്പോ അത് മമ്പുറം സയ്യിദ് അലവി തങ്ങളാ. ഇങ്ങനെ ലിസ്റ്റ്. ഞാൻ അപ്പൊ ഈ ലിസ്റ്റ് അപ്പൊ നമ്മുടെ ആൾക്കാർ പറഞ്ഞു, അവിടെ ലിസ്റ്റ് നിങ്ങൾ മിണ്ടാണ്ടിരുന്നോട് ഇക്രാം സാഹിബ് നിങ്ങൾ പറയണ്ട. കാരണം അവരെയൊക്കെ പോലും പറയുന്നത്
ഔറംഗസീബിന് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് വാറണ്ട് വരണ്ട് അവര് പറയുന്നത്. അതായത് 350 കൊല്ലം മുമ്പ് സംഭാജി മഹാരാജാവിനെ, ശിവജിന്റെ മകനാണ്, സംഭാജി മഹാരാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചെന്നുള്ള കാരണത്താല് ഔറംഗസീബിന് അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് വരെ എന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല രാജ്യത്ത് നടക്കുന്ന കലാപം. ഞാനിത് തമാശയായിട്ട് നിങ്ങളിതിന്റെ ഗൗരവം ഉൾക്കാൻ, രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന മുസ്ലിം സമുദായത്തിനെതിരെ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കലാപങ്ങൾ ഇതാണ് പ്രശ്നം. പള്ളി മുഴുവൻ അവിടെ പോകുന്ന ശിവലിംഗങ്ങൾ പള്ളി മുഴുവൻ തകർക്കുന്നൊക്കെ തന്നെ അന്ന് പിടിച്ചെടുത്താന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 350 കൊല്ലം മുന്നേ ഞങ്ങൾ ആൾക്കാരെ നിങ്ങൾ ഔറംഗസീബ് വന്നിട്ട് കൊന്നിട്ട് അതുകൊണ്ട് തിരിച്ചിപ്പോ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവിടെ കലാപം നടത്തുന്നത്. കലാപം അടിച്ചമർത്തിയതാപ്പോ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് കാലത്ത് ഞങ്ങളെപ്പോലെ ഒരു പാർട്ടി നിലമ്പൂരിലെ വോട്ടർമാരോട് ചോദിക്കുകയാണ്, ഇതൊക്കെ അനുഭവിക്കുന്ന ഇരകളായ സമൂഹത്തോടെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ നിലനിൽക്കട്ടെ? ഇവിടെ ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയം ഏതെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നിങ്ങളെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളും. നിലമ്പൂരിലെ വോട്ടർമാർ നിങ്ങളെ രാഷ്ട്രീയം, നിങ്ങൾ പല രാഷ്ട്രീയക്കാരുണ്ടാകും. നിങ്ങളുടെ രാഷ്ട്രീയം 7 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ പാർട്ടി MLA-മാരെ തെരഞ്ഞെടുത്തോളൂ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പാർട്ടിന്റെ ഒപ്പം നിൽക്കണം. കാരണം ഞങ്ങൾ അത്രമാത്രം നിങ്ങൾക്ക് ഒപ്പം നിന്നത് കൊണ്ട് മാത്രമാണ് ഈ പാർട്ടി ഇന്ന് ജയിലിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹം നിങ്ങൾ കിട്ടുന്ന മനസാക്ഷിയുടെ വോട്ട് ഈ പ്രാവശ്യം ഈ പാർട്ടിയുടെ ബലൂൺ ചിഹ്നത്തിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ഞങ്ങൾ തീർത്ത് പറയുന്നത് ഇന്ത്യ മാറണം. ഇന്ത്യ എല്ലാവരുടേതുമാകണം. ഇന്ത്യ രാജ്യത്തെ ദരിദ്രരുടെ ആവണം. ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെതാണ്. എല്ലാവർക്കും തോന്നണം ഇത് എന്റെ രാജ്യമാണെന്ന് തോന്നണം. ഇത്രയും പാർട്ടി പറയുന്നുള്ളൂ. ഇത് മുസ്ലിങ്ങളുടെ ആവണമെന്ന് ഈ പാർട്ടി എവിടെയും സംസാരിച്ചിട്ടില്ല. ഈ പാർട്ടിയുടെ ഭാരവാഹികൾ നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിൽ എല്ലാവരും മുസ്ലിങ്ങളല്ല, എല്ലാ അർത്ഥത്തിലുള്ള ആളുകളുണ്ട്. ഈ പാർട്ടി അത്രേ പറഞ്ഞത്. വ്യവസ്ഥ അല്ല മാറേണ്ടത്. അത് ഞങ്ങൾ പറയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ വ്യവസ്ഥിതി മാറണം. അതാ പ്രശ്നം. ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതി മാറ്റാനാണ്. ഈ രാജ്യത്തെ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം ഈ രാജ്യത്ത് അംബേദ്കർ ഉന്നയിച്ചിട്ടുള്ള ആശയമുണ്ട്. ആ ആശയം ഇവിടെ സാർത്ഥകമാക്കാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസാരിക്കുക. വ്യവസ്ഥ മാറിയിട്ട് കാര്യമില്ല. ഇതാ കർണാടകയിലതാ BJP ഭരിച്ചിരുന്ന കർണാടകയിലതാ ഇപ്പൊ കുറച്ചു മുമ്പ് അവിടെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വന്നല്ലോ. കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ പിന്തുണച്ചു. എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടോ? RSS നിങ്ങൾക്കറിയാല്ല, സംഘപരിവാർ ശക്തികള് അന്ന് പശുവിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എത്ര മുസ്ലിങ്ങളെ കൊന്നിരുന്നോ അതേപോലെ ഇപ്പോഴും കൊല്ലുന്നു. കഴിഞ്ഞ മംഗലാപുരത്ത് ഈ കഴിഞ്ഞ മാസമാണ് 3 മുസ്ലിങ്ങളെ കൊന്നത്. അപ്പൊ BJP മാറിയിട്ട് കോൺഗ്രസ് വന്നത് കൊണ്ട് വ്യവസ്ഥ മാറാന്നില്ല. ഞങ്ങൾ തീർച്ചയായും പറയുന്നു, ഇവിടെ മാറേണ്ടത് വ്യവസ്ഥ അല്ല, വ്യവസ്ഥിതി മാറണം. ആ വ്യവസ്ഥിതി മാറ്റാനുള്ള അശ്രാന്തമായ പ്രവർത്തനത്തിലാണ് ഈ പാർട്ടി ഉള്ളത്. അതിന്റെ ടെസ്റ്റ് ഡോസ് ആയിരിക്കും നിലമ്പൂരിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് തികച്ചും ആത്മവിശ്വാസമുണ്ട്. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തരി അവറുകളെ നിങ്ങൾ ബലൂൺ ചിഹ്നത്തില് ഈ നിലമ്പൂരിലെ മാന്യ വോട്ടർമാർ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI.